വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നോമ്പുകാരന് അല്ലാഹു നൽകുന്ന പത്രാസാണ് പവിത്രതയാണ് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനോട് വന്ന് പറയുമത്രേ, ഒരു മലക്ക് വന്ന് പറയുമത്രേ, മോനെ നീ എണീക്കു, പൊന്നു മോനെ നീ എണീക്ക്. ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്, നിസ്കരിച്ച് ഖുർആൻ ഓതി ക്ഷീണനായി കിടക്കുകയാണ്. കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ് മല തിരിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന മനുഷ്യനോട് മലക്ക് വന്ന് പറയുമത്രേ, നീ ഒന്ന് എണീക്കു പൊന്നു മോനെ, നീ ഒന്ന് എണീക്കു പൊന്നു മോനെ. അങ്ങനെ എണീറ്റ് അവൻ ആദ്യമായി ഉറുവെടുക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവന് വേണ്ടി അവന്റെ മലക്കുകൾ ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ ഇവനെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ആരാണ് ദുആ ചെയ്യുന്നത്? നോമ്പുകാരനെ വിളിച്ചുണർത്തിയിട്ട് മലക്കുകളാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഇവനെ കാത്തുകൊള്ളണേ അല്ലാഹ്. അങ്ങനെ അത് കഴിഞ്ഞ് പ്രസവം കൊടുക്കുമ്പോൾ, വസ്ത്രമെടുത്തൊടുക്കുമ്പോൾ മലക്ക് ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ പ്രസവം നീ കൊടുക്കണേ അല്ലാഹ്. വാനോലോകത്തെ മലക്കുകളാണ് ദുആ ചെയ്യുന്നത്. മുണ്ടെടുത്തൊടുക്കുമ്പോൾ, പ്രസവെടുക്കുമ്പോൾ ദുആ ചെയ്യുമത്രേ, ഇവൻ അല്ലാഹ് നീ സ്വർഗ്ഗത്തിലെ പ്രസവം കൊടുക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞവരിതാ ഇളകുകയാണ്, ചെരുപ്പ് ധരിക്കുകയാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖമാർ ചൂണ്ടിയിട്ട് ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി കയറുമ്പോൾ ഇവരുടെ പാദം നീ സ്ഥിരപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ടവരെ, സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ കണക്കെത്രയെന്നറിയുമോ? നമ്മൾ കാണുന്നത് പോലെ, കടന്നു വരുന്നത് പോലെ വലിയ കൂറ്റം പാലമല്ല. മുടിനാരേഴായി ചിന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് നടക്കണമെന്നല്ലേ പറയുന്നത്. മരിച്ചു ചെന്നിട്ട് ഒരു തലമുടിയുടെ നാലെടുത്ത് ഏഴായിട്ട് കീറാൻ കഴിയുമോ? എന്നാൽ ഏഴായിട്ട് കീറാൻ സാധ്യമല്ല. എന്നാൽ ഏഴായിട്ട് കീറിയാൽ എങ്ങനെയിരിക്കുമോ? അതുപോലെയാണ് സിറാത്ത് എന്ന് പറയുന്ന പാലം. എന്റെ കാൽപാദമോ നിങ്ങളുടെ കാൽപാദമോ നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയ നിഗൂഢമായ പാലമാണ്. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ കൂടി സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങളെ പറ്റി, മുഅ്മിനാത്തുകളെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറയുക, ചിലരുണ്ടല്ലോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പുറം കിടക്കുന്നതാണ്. ചിലരുണ്ടല്ലോ ആ പാലത്തിൽ കൂടി സഞ്ചരിക്കുന്നത് മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നതാണ്. അല്ലാഹുവേ അത്രയ്ക്ക് വല്ലാത്ത അത്ഭുതമാണ് ആ പാലത്തിന്റെ നീളവും വീതിയും വ്യാസവും പറഞ്ഞതെന്താണ്? ഒരു മുടിയുടെ നാലെടുത്ത് ഏഴായി കീറിയാൽ എപ്രകാരം ഇരിക്കുമോ അപ്രകാരമാണ് ആ പാലത്തിന്റെ നീളവും വീതിയും. അതിന്റെ വീതി അത്രത്തോളം ചുരുങ്ങിയതാണ്. അതിൽ കൂടി കിടക്കുമ്പോൾ അല്ലാഹുവേ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ കിടക്കുമ്പോൾ കാല് നീ സ്ഥിരമാക്കി കൊടുക്കണേ എന്ന് ഇവിടെ വന്ന മലക്കുകൾ പറയുമ്പോൾ വാനോടോടൊത്ത മലക്കുകൾ അത് കേട്ടിട്ട് ആമീൻ പറയുക. ആമീൻ പറയുന്ന ഒരു വല്ലാത്ത അത്ഭുതകരമായ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞവന് പള്ളിയിലേക്ക് വന്നു. കോപ്പയെടുത്തിട്ട് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി ഒരു കപ്പെടുത്ത് കാലിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ മലക്ക് പറയുമത്രേ, നാളെ സ്വർഗ്ഗത്തിലെ കോപ്പ നീ അവന് കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. അവൻ പള്ളിയിലേക്കോ അതല്ലെങ്കിൽ അവൻ നിസ്കരിക്കാൻ വേണ്ടി സഞ്ചാരമാക്കിയിരിക്കുന്ന റൂമിലേക്ക് കടക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടെ നിന്ന് അവന്റെ പ്രത്യേകരമായ മലക്കുകൾ ഓർമ്മപ്പെടുത്തുമത്രേ, അല്ലാഹ് യവനെ നീ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഖബറിനടുക്കത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഖബറിന്റെ നരകത്തെ തൊട്ട് കാക്കണേ
വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തരുന്നതാണ്. ചോദ്യം നിന്നിൽ നിന്നുള്ളതാ, അതിന്റെ മറുപടി എന്നിൽ നിന്നാ.